ഞാൻ ഡോക്ടർ ധീരജ്. നോർമൽ ഡെലിവറി കഴിഞ്ഞ കുട്ടികളിൽ ഒരു കൈ ഉയർത്താൻ സാധിക്കുന്നില്ല, ഒരു കൈക്കൊരു സ്വാധീനക്കുറവ്, ചലനശേഷിക്കുറവ്. ഇതാണ് ഒബ്സ്ട്രക്റ്റീവ് ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി അല്ലെങ്കിൽ എറസ് പാൽസി എന്ന് പറയുന്നൊരു കണ്ടീഷനാണിത്. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. സെഫാലിക് പെൽവിക് ഡിസ്പ്രപ്പോർഷൻ എന്ന് പറയും. അതായത് കുട്ടിയുടെ തലയും തോളും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കുട്ടി ഇറങ്ങി വരുന്ന ബർത്ത് കനാലും, ഇത് മൂന്നും തമ്മിലുള്ളൊരു ഡിസ്പ്രപ്പോർഷനാണ് ഇതിന് കാരണമാകുന്നത്. പ്രസവ സമയത്ത് നമ്മുടെ തോളിനും കഴുത്തിനും ഇടയിൽ 5 ഞരമ്പുകളുടെ ഒരു കൂട്ടമുണ്ട്, ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് പറയും. ഇതാണ് നമ്മുടെ കൈയുടെ ചലനത്തിന് സഹായിക്കുന്ന ഞരമ്പുകൾ. ഈ ഞരമ്പുകളുടെ കൂട്ടത്തിന് സംഭവിക്കുന്ന ക്ഷതം പ്രസവ സമയത്ത്, ഇതാണ് ഈ കണ്ടീഷനിലേക്ക് നയിക്കുന്നത്. എത്രത്തോളം ക്ഷതം ഞരമ്പുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ആ കുട്ടിക്ക് എത്രത്തോളം ആ കൈ അനക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. വളരെ ചെറിയ രീതിയിലുള്ള ക്ഷതങ്ങളാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ന്യൂറോപ്ലാക്സിയ എന്ന് പറയുന്നൊരു കണ്ടീഷനാണ്. അതേസമയത്ത് ചില കുട്ടികളിൽ ആ ഞരമ്പുകൾ അവിടുന്ന് വിട്ടുപോരുന്ന റൂട്ട് അവർഷൻ പോലുള്ള കണ്ടീഷൻസും കാണാറുണ്ട്. ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നതിന് MRI സ്കാൻ അതുപോലെ തന്നെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷെ വളരെ കുട്ടി ആയിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള പരിശോധനകൾ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ ഫിസിക്കൽ എക്സാമിനേഷനിലൂടെയാണ് നമ്മളിതിനെ മനസ്സിലാക്കുന്നത്. ഇനി ഇതിൻ്റെ ചികിത്സയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആയുർവേദത്തിൽ ഈ ഞരമ്പുകൾക്കുണ്ടാകുന്ന ക്ഷതങ്ങൾക്ക് നാഡീബല്യമായിട്ടുള്ള ചികിത്സകൾ പറയുന്നുണ്ട്. ഇപ്പം ഞവര കൊണ്ട് ചെയ്യുന്ന കിഴികൾ, അതുപോലെ തന്നെ മാംസരസങ്ങൾ കൊണ്ട് ചെയ്യുന്ന കിഴികൾ, ഉള്ളിലേക്ക് കൊടുക്കുന്ന മരുന്നുകൾ ഞരമ്പുകൾക്ക് വേണ്ടി. അതിനോടൊപ്പം ഫിസിയോതെറാപ്പി കൂടി ചെയ്യുമ്പോൾ പെട്ടെന്നൊരു റിക്കവറി, ഞരമ്പുകളുടെ ക്ഷതം മാറി അവരുടെ കൈ കുറച്ചുകൂടി ബെറ്ററായിട്ട് അവർക്ക് മൂവ് ചെയ്യുന്നതിനും ചലനശേഷി കുറച്ചുകൂടി മെച്ചപ്പെടുന്നതിനും സാധ്യമാകും. ഇത് ചെറിയ പ്രായത്തിൽ തന്നെ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആ കൈ അനക്കാണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള മസിലുകൾ ചുരുങ്ങിപ്പോകുന്നതിന് ചിലപ്പോൾ കാരണമായേക്കാം. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് വേണ്ട ചികിത്സകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.